ആലോചിച്ചിട്ട് പറയാം. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല എന്നുള്ള അഭിപ്രായമൊന്നും വ്യക്തിപരമായിട്ട് എനിക്കില്ല. നമുക്ക് ലോകത്ത് സാധ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും മനുഷ്യന് ജീവിതം എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാകണം. ആവശ്യമായ സ്ഥലങ്ങളിൽ പരിധികൾ വേണം, പരിമിതികൾ ഉണ്ടാകണം എന്നുള്ള അഭിപ്രായമുണ്ട്. മറ്റുള്ള കാര്യങ്ങൾ വരുന്ന മുറയ്ക്ക് നമുക്ക് ആലോചിക്കാം. അതിനൊന്നും എതിരല്ല. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയാൽ മാത്രമേ പ്രശ്നം പരിഹരിക്കുകയുള്ളൂ. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാനുള്ള പരിശ്രമമാണ് ഞങ്ങളുടെ ചിന്തകളിൽ ആലോചന. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇൻഡോർ മേയറുമായി ഇന്ന് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം വിളിച്ചിരുന്നു. ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് തിരുവനന്തപുരം മേയർ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നരഹരി IAS അദ്ദേഹം ഇൻഡോറിലെ ഡിസ്ട്രിക്ട് കളക്ടർ ആയിരുന്നപ്പോഴാണ് ഈ പ്രശ്നം പരിഹരിച്ചത്. അദ്ദേഹവുമായി ഞങ്ങൾ ജന്മഭൂമി ദിനപത്രത്തിന്റെ ഒരു സെമിനാറിൽ അദ്ദേഹം വന്നു. ജന്മഭൂമി പത്രത്തിന്റെ സെമിനാറിൽ അദ്ദേഹം വന്ന് ഇൻഡോറിൽ എങ്ങനെയാണ് ഇഷ്യൂ സോൾവ് ചെയ്തെന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള പവർ പോയിന്റ് പ്രസന്റേഷൻ അദ്ദേഹം അവതരിപ്പിച്ചു. ഏത് സമയത്ത് ബന്ധപ്പെട്ടാൽ തിരുവനന്തപുരത്ത് വെച്ച് ടെക്നിക്കൽ അസിസ്റ്റൻസ് തരാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള പല മേഖലകളുമായി ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള നല്ല സാങ്കേതികത ഉപയോഗിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് നടപ്പിലാക്കും. അത് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. അത് തന്നെയാണ് അതിന് ഇപ്പോൾ നിലവിലുള്ള നിയമങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് ഏറ്റവും നല്ല മാർഗം. സുപ്രീം കോടതിയുടെ വെർഡിക്റ്റ് വന്നതുകൊണ്ട് ഷെൽട്ടറിൽ പാർപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിന് നമ്മുടെ ഒരു പ്രശ്നം വരുന്നത്, നമുക്ക് ഇപ്പം ഞങ്ങൾ രാഷ്ട്രീയക്കാരാണ്. സ്വാഭാവികമായിട്ട് വെറ്റിനറി ഡോക്ടർമാരുമായിട്ട് സംസാരിക്കേണ്ടതായിട്ടുണ്ട്, മറ്റുള്ള എക്സ്പെർട്ടുകളുമായിട്ട് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. എവിടെയാണ് നമുക്ക് ഇതിലിപ്പോൾ ഒരു തെരുവുനായ ഷെൽട്ടർ നമുക്ക് ഒരു ദിവസം കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഓടിച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. ആ പ്രദേശത്തെ സ്ഥലം കണ്ടെത്തണം. അങ്ങനെയുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്നതോടുകൂടി ഇതൊരു സൊല്യൂഷനിലേക്ക് എത്തും. നിലവിലുള്ള സാഹചര്യത്തിൽ അത് തന്നെയാണ് ഏറ്റവും. ഇപ്പോൾ ഒരു 8,000-9,000 തെരുവുനായ്ക്കൾ തിരുവനന്തപുരത്ത് ആകെ ഉണ്ടാകുമെന്നാണ് ഏറെക്കുറവുള്ള കണക്ക്. കൂടാൻ കുറയാം. ഒരു ഷെൽട്ടറിൽ ഒരു നായ്ക്ക് എത്ര സ്ക്വയർ ഫീറ്റ് വേണം, എത്ര ക്വാണ്ടിറ്റി ഭക്ഷണം വേണം പെർ ഡേ, അതെവിടെ കുക്ക് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്തതിനു ശേഷം ഞങ്ങൾ പറഞ്ഞ സമയത്തിനുള്ളിൽ ഈ വിഷയം പരിഹരിക്കും. അതായത് എനിക്ക് തോന്നുന്നു ഈ ചോദ്യം വളരെ റെലവൻ്റ് ആയിട്ടുള്ള, എനിക്ക് ഉത്തരം പറയാൻ കിട്ടിയ ഒരു അവസരമായിട്ടാണ് എടുക്കുന്നത്. കാരണം നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് ഇപ്പോൾ ഞങ്ങളൊരു ഭരണസമിതിക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ മാധ്യമപ്രവർത്തകർക്ക് ഈ കാര്യത്തിൽ സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. എനിക്ക് പറയാൻ കാരണം, നിങ്ങളോടൊപ്പം ഉള്ള ഡൽഹിയിൽ ജോലി ചെയ്തിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകനുമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചു. ഇപ്പോൾ അദ്ദേഹം കേരളത്തിലാണ്. സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എന്താ തിരുവനന്തപുരത്ത് എത്തിയിട്ടുള്ളത് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ മാധ്യമപ്രവർത്തകയാണ്, ഇപ്പോൾ കേരളത്തിലാണ്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കുഞ്ഞ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ഒരു 4 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. കുട്ടികൾക്ക് ഡൽഹിയിൽ താമസിക്കാൻ നിർവാഹമില്ല. കാരണം 5 വയസ്സിന് മുമ്പുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ശ്വാസകോശ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പൊല്യൂഷൻ കാരണം. അതുകൊണ്ടാണ് ഞങ്ങൾ, അതായത് കുട്ടിയുടെ ആരോഗ്യത്തിന് വേണ്ടി അച്ഛനും അമ്മയും ഡൽഹിയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് സെറ്റിൽ ചെയ്യുകയാണ് അവർ. ഇത് നേരിട്ടൊരു 8-10 ദിവസത്തിനകത്ത് എനിക്കുണ്ടായ അനുഭവമാണ്. ഡൽഹി നമുക്ക് ചിന്തിക്കാൻ നിർവാഹമില്ലാത്ത തരത്തിലേക്ക് പൊല്യൂട്ടഡാണ്. സെയിം നമ്മൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ തിരുവനന്തപുരത്ത് യാതൊരു സംശയവും വേണ്ട, ഡൽഹിയേക്കാൾ വേഗത്തിൽ ഇത് വ്യാപിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇത് പരിഹരിക്കുവാൻ വേണ്ടിയാണ് 2070 ആകുമ്പോഴേക്കും ടോട്ടലി കാർബൺ ന്യൂട്രാലിറ്റിയിലേക്ക് എത്തണമെന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് തിരുവനന്തപുരത്ത് പരമാവധി ഇലക്ട്രിക് ബസ്സുകൾ അനുവദിച്ചത്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, തിരുവനന്തപുരത്ത് അനുവദിച്ച ഇലക്ട്രിക് ബസ്സുകളിൽ പലതും അദ്ദേഹം പറഞ്ഞതുപോലെ ഇടുക്കിയിലും കട്ടപ്പനയിലാണ് ഓടുന്നത്. ഒടുവിൽ ഞങ്ങൾ ആശാനാഥൻ, ഞങ്ങളൊക്കെ ഉൾപ്പെടെയുള്ള കൗൺസിലർമാർ ഇടുക്കിയിലും കട്ടപ്പനയിലും നെയ്യാറ്റിൻകരയിലും പോയി ബസ് തടയുമെന്ന് വാർത്ത കൊടുത്തപ്പോഴാണ് ചില ബസ്സുകൾ പിൻവലിച്ചത്. ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ആറ്റിങ്ങൽ, വെഞ്ഞാറമൂടൊക്കെ ഈ ഇലക്ട്രിക് ബസ്സുകൾ ഓടുന്നുണ്ട്. അപ്പോൾ 2 കാര്യങ്ങളാണ് പരിശോധിക്കേണ്ടത്. ഒന്ന്, അന്വേഷിച്ചപ്പോൾ അറിയുന്നത് ഈ ഇലക്ട്രിക് ബസ്സുകൾ സിറ്റിയിൽ മാത്രം ഓടിക്കഴിഞ്ഞാൽ അത് അവർക്ക് സിറ്റിയിൽ പരമാവധി ബസ്സുകൾ ഓടിച്ചു. ഇനി സിറ്റിയിലേക്ക് വരേണ്ട ആൾക്കാരെ ആറ്റിങ്ങൽ, നെയ്യാറ്റിൻകര, നെടുമങ്ങാട് എന്നൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയാണ് അങ്ങോട്ട് വിട്ടിരിക്കുന്നതെന്നാണ് അനൗദ്യോഗികമായ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത്. പരിശോധിക്കണം. ഇപ്പോൾ സിറ്റിയിലേക്ക് ആൾക്കാർക്ക് വരാൻ വേണ്ടി കൂടുതൽ സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് എങ്ങനെയാണ് ചർച്ച ചെയ്യേണ്ടതാണ്. എനിവേ, തിരുവനന്തപുരം സിറ്റിക്കുള്ളിൽ പരമാവധി മലിനീകരണം കുറയ്ക്കുവാൻ ആവശ്യമുള്ള നിയമ നടപടി സ്വീകരിക്കും. ആ ബസ്സുകളുടെ സാഹചര്യം പരിശോധിക്കും. എന്താണ് സാഹചര്യം പരിശോധിച്ചിട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ തിരിച്ചു വിളിക്കുന്ന തീരുമാനമെടുക്കും.
100%. ഇപ്പോഴത്തെ ഈ സാഹചര്യമൊക്കെ വെച്ചിട്ട് ഞങ്ങളെ ഏൽപ്പിച്ചാലേ ആ വാർഡിൽ ഏറ്റവും നല്ല മുന്നേറ്റം നടക്കുകയുള്ളൂ. ഇപ്പോൾ സ്വതന്ത്രർ ഉൾപ്പെടെ എനിക്ക് തോന്നുന്നു LDF-ൽ നിന്നും UDF-ൽ നിന്നൊക്കെ നിരവധി കൗൺസിലർമാരെ ഞാൻ കണ്ടു. ഇന്നലെ അവരോട് താങ്കൾ ഉണ്ടായിരുന്നത് എനിക്കറിയില്ല. ഞങ്ങളുടെ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിന് ശേഷം കൗൺസിലർമാരെ അഡ്രസ്സ് ചെയ്തപ്പോഴേക്കും മേയർ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജി ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം 101 വാർഡുകളിലെയും കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നും അവരുടെ വാർഡുകളിൽ നമ്മൾ അടിയന്തരമായി ഇടപെടേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾ പരമാവധി ശേഖരിക്കണം. അതുൾപ്പെടെയാണ് നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും LDF-ൻ്റെയും UDF-ൻ്റെയും ഒക്കെ കൗൺസിലർമാർക്ക് ഉൾപ്പെടെ അക്കാര്യങ്ങൾ ഞങ്ങളെ പിന്തുണയ്ക്കാമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് വിഴിഞ്ഞംകാർ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കാം വാർഡ്. ഞങ്ങളുടെ കയ്യിൽ കുറേ രേഖകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനൊരു കാര്യം പറയാം, ജനങ്ങളുടെ നികുതി പണം കട്ടെടുത്തവർ ആരായാലും തന്നെ അവർ ആൻസറബിളാണ്. അതിനാവശ്യമായ കാര്യങ്ങൾ ഞങ്ങൾ സ്വീകരിക്കും. ഇത് തിരുവനന്തപുരം കോർപ്പറേഷന് കൊടുത്ത ബസ്സുകളുടെ കാര്യമാണ് താങ്കൾ പറയുന്നത്. നമ്മളിവിടെ ഓടുന്ന അല്ല, അതാ ഇവിടെ ഓടുന്ന അതുപോലത്തെ ബസ്സാണ് ഇതിപ്പോൾ. അതാണ്, ഇതുപോലെ ഒരുപാട് ഇൻഫർമേഷൻ കിട്ടാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഇത് കണക്ട് ചെയ്ത് വരികയാണ്. അതായത് നമ്മുടെ പല വാഹനങ്ങളും എവിടെയൊക്കെ കിടക്കുകയാണ്. ഇപ്പോൾ കോർപ്പറേഷനുള്ളിൽ നിങ്ങൾ ഇന്ന് ക്യാൻറ്റീനിലോട്ട് പോകുന്നതിന്റെ വലതു ഭാഗത്ത് മുഴുവൻ ജീപ്പുകൾ കിടക്കുകയാണ്. ചിലപ്പോൾ ഒരു ജീപ്പിന്റെ ഒരു ടയറായിരിക്കും ഇല്ലാതായത്. ഒരു ടയർ മാറ്റാൻ പഠിച്ചിട്ട് മറ്റു 3 ടയറും അല്ലെ അവിടെ കിടന്ന് പുല്ല് പൊടിക്കുകയാണ്. ഈ ടയർ വണ്ടി ഒതുക്കിയിടുമ്പോൾ ചെയ്യും. നമ്മളൊക്കെ വാഹനം ഉപയോഗിക്കുന്നവരില്ലേ, ഒരു 3 മാസം വാഹനം ഉപയോഗിച്ചാൽ അതിന്റെ എഞ്ചിന് പിന്നെ സ്റ്റക്കാവൂലേ. സ്വാഭാവിക ഗിയർ ബോക്സ് എന്ത് സംഭവിക്കും? എത്ര ലക്ഷം? അപ്പം ഒരു 3000-ഓ 8000 രൂപ കൊടുത്ത് ഒരു ടയർ മാറ്റാൻ വേണ്ടി കാണിക്കുന്ന അലംഭാവം 10 ലക്ഷം രൂപ വാഹനം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. എത്ര വാഹനങ്ങളാണ് അവിടെ കിടക്കുന്നത്? ഒറ്റയടിക്ക് ഒറ്റ രാത്രിയോട് പരിഹരിക്കാമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ ഇതൊക്കെ അഡ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ തന്നെ താങ്കൾ പറയുന്നത് എത്ര ലക്ഷം രൂപയുടെ 3-4 പേർ മാധ്യമപ്രവർത്തകരാണ് പറയുന്നത്, ഞങ്ങളല്ല. എത്ര ലക്ഷം രൂപയുടെ 4 ബസ്സാണ് നെയ്യാറ്റിക്കര കിടക്കുന്നത്. എന്തെങ്കിലും ചെറിയ മൈന്യൂട്ട് മിസ്റ്റേക്ക് ആണെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്തിട്ട് കൊണ്ടുവന്ന് ഓടിക്കൂടെ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു 45 വർഷത്തെ കാര്യങ്ങളല്ലേ അഡ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഉണ്മ യുണൈറ്റിംഗ് പരിശോധിക്കും.